നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിൽ ദിവസവും ലേണേഴ്സ് ക്വസ്റ്റ്യൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ബട്ടൺ അമർത്തൂ. നിങ്ങൾക്കും ലേണേഴ്സ് വിജയിക്കാം വളരെ ഈസിയായി. ഒരു വാഹനത്തിൽ പതിച്ചിരിക്കുന്ന ചിത്രത്തിൽ കാണുന്ന ഈ ലോഗോ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓടിക്കാൻ പഠിക്കുന്ന ആൾ ഉപയോഗിക്കുന്ന വാഹനം, ഭിന്നശേഷിക്കാർ ഉപയോഗിക്കുന്ന വാഹനം, ഒരു പ്രത്യേക വാഹനമാണ്, വീൽചെയറുള്ള വാഹനമാണ്. ഉത്തരം ഭിന്നശേഷിക്കാർ ഉപയോഗിക്കുന്ന വാഹനം. ഒരു വളവിനടുത്തെത്തുമ്പോൾ മറികടക്കൽ ഡാഷ് അനുവദനീയമാണ്, ജാഗ്രതയോടെ അനുവദനീയമാണ്, അനുവദനീയമല്ല, ഒന്നും രണ്ടും ശരിയാണ്. ഉത്തരം അനുവദനീയമല്ല. മൂടൽമഞ്ഞ് ഉള്ള അവസ്ഥയിൽ ഹെഡ്ലൈറ്റ് ഹൈബീമിൽ ഇടുന്നത് ഡാഷ് ചെറിയ ദൂരത്തിൽ റോഡ് നന്നായി കാണാൻ കഴിയുന്നതിനാൽ നല്ലതാണ്, മറ്റുള്ളവർക്ക് നിങ്ങളെ കാണാനാകുമെന്ന് ഉറപ്പാക്കും, മോശമാണ്, അത് പിന്നിലേക്ക് പ്രതിഫലിപ്പിക്കുകയും പടർത്തുകയും ചെയ്യും, വളരെ ദൂരെയുള്ള റോഡ് വ്യക്തമായി കാണാൻ കഴിയുന്നതിനാൽ നല്ലതാണ്. ഉത്തരം മോശമാണ്, അത് പിന്നിലേക്ക് പ്രതിഫലിപ്പിക്കുകയും പടർത്തുകയും ചെയ്യും. പഠിതാക്കൾ വാഹനം ഓടിക്കുമ്പോൾ ഡാഷ് നിർബന്ധമാണ്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം കൈവശം വെക്കുക, പ്രൊഫഷണലുകളുടെ നിർദ്ദേശം എടുത്തിട്ടുണ്ടാകണം, സാധുവായ ലേണേഴ്സ് ലൈസൻസ് ഉണ്ടാകണം, 12 മാസത്തിനുള്ളിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിക്കുക. ഉത്തരം സാധുവായ ലേണേഴ്സ് ലൈസൻസ് ഉണ്ടാകണം. ഒരു പ്രത്യേക ക്ലാസ് വാഹനങ്ങൾക്കായി ഒരു പാത നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു വാഹനങ്ങൾ എന്തു ചെയ്യണം? ലൈനിൽ വാഹനങ്ങൾ ഇല്ലെങ്കിൽ പാത ഉപയോഗിക്കാം, അടിയന്തര സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാം, ആ ലൈനിൽ ഒട്ടും ഡ്രൈവ് ചെയ്യരുത്, ആ പാതയിലൂടെ കുറച്ച് ദൂരം ഓടിക്കുക. ഉത്തരം ആ ലൈനിൽ ഒട്ടും ഡ്രൈവ് ചെയ്യരുത്. ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി എത്ര? 3 മാസം, ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതുവരെ 6 മാസം, 1 വർഷം. ഉത്തരം 6 മാസം. PUCC എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ ക്യാൻസലേഷൻ, പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്, പൊല്യൂഷൻ അണ്ടർ ക്യാൻസലേഷൻ സർട്ടിഫിക്കറ്റ്, പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്. ഉത്തരം പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്. ഒരു ലൈറ്റ് മോട്ടോർ വാഹനം ഓടിക്കുന്നതിനുള്ള ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം 20 വയസ്സ്, 15 വയസ്സ്, 16 വയസ്സ്, 18 വയസ്സ്. ഉത്തരം 18 വയസ്സ്. താഴെ പറയുന്ന വാഹനങ്ങളിൽ മുൻഗണന ആർക്ക്? എല്ലാ പോലീസ് വാഹനങ്ങൾക്കും, ബസ്സുകൾക്ക്, എമർജൻസി വാഹനങ്ങൾക്ക്, ഇരുചക്ര വാഹനങ്ങൾക്ക്. ഉത്തരം എമർജൻസി വാഹനങ്ങൾക്ക്. ഇരുചക്ര വാഹനങ്ങളിൽ 2-ലധികം പേർ യാത്ര ചെയ്യുന്നത് ഗതാഗത തിരക്ക് കുറവായിരിക്കുമ്പോൾ അനുവദനീയം, നിയമലംഘനമാണ്, ചിലയിടങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട്, അനുവദനീയമാണ്. ഉത്തരം നിയമലംഘനമാണ്. കിസ്വബിൻ്റെ യൂട്യൂബ് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യൂ. എല്ലാ ദിവസവും നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിൽ ലേണേഴ്സ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ അമർത്തി നിങ്ങൾക്കും മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം.
പൊതുസ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. നിയമവിരുദ്ധം, നിയമപരമാണ്, ചിലയിടങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട്, ഗതാഗത തിരക്ക് കുറവായിരിക്കുമ്പോൾ അനുവദനീയമാണ്. ഉത്തരം നിയമവിരുദ്ധം. ഒരു വാഹനം യു ടേൺ ചെയ്യുന്നത് എവിടെയാണ് നിരോധിച്ചിരിക്കുന്നത്? ഒരു റൗണ്ടോ ബോട്ടിൽ, ഒരു റോഡ് അടയാളമോ ട്രാഫിക് അടയാളമോ നിരോധിക്കുന്നിടത്ത്, ഒരു പാർക്കിംഗ് സ്ഥലത്ത്, ഒരു റെസിഡൻഷ്യൽ തെരുവിൽ. ഉത്തരം ഒരു റോഡ് അടയാളമോ ട്രാഫിക് അടയാളമോ നിരോധിക്കുന്നിടത്ത്. നിങ്ങൾ റോഡിൽ വാഹനമോടിക്കുന്നതിനിടയിൽ മഴ പെയ്താൽ എന്ത് ചെയ്യണം? വേഗത പകുതിയായി കുറക്കണം, മുന്നിലെ വാഹനത്തിൽ നിന്നും കൂടുതൽ അകലം പാലിക്കണം, പെട്ടെന്നുള്ള ബ്രേക്കിങ്ങും ആക്സിലറേഷനും ഒഴിവാക്കണം, മുകളിൽ പറഞ്ഞതെല്ലാം പാലിക്കണം. ഉത്തരം മുകളിൽ പറഞ്ഞതെല്ലാം പാലിക്കണം. വഴിയിൽ ഡ്രൈവിംഗ് പരിശീലന വാഹനം കണ്ടാൽ ഹോൺ നിരന്തരമായി മുഴക്കണം, ഹെഡ്ലൈറ്റ് തെളിയിച്ച് മുന്നറിയിപ്പ് നൽകണം, വേഗത കുറച്ച് ജാഗ്രതയോടെ സമീപിക്കണം, വേഗത കൂട്ടി പെട്ടെന്ന് കടന്നു പോകണം. ഉത്തരം വേഗത കുറച്ച് ജാഗ്രതയോടെ സമീപിക്കണം. ഒരു മോട്ടോർ വാഹനത്തിലെ ആക്സിലറേറ്ററിൻ്റെ പ്രാഥമിക ധർമ്മം എന്താണ്? വാഹനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ, വാഹനത്തിൻ്റെ വേഗത കുറക്കാൻ, വാഹനത്തിൻ്റെ ദിശ മാറ്റാൻ, ബ്രേക്ക് ഉപയോഗിക്കാൻ. ഉത്തരം വാഹനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ. ഒരു വാഹനത്തിൻ്റെ ദിശ മാറ്റുന്നത് താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ധർമ്മമാണ്? ക്ലച്ച്, സ്റ്റിയറിംഗ് വീൽ, ആക്സിലറേറ്റർ, ബ്രേക്ക് പെഡൽ. ഉത്തരം സ്റ്റിയറിംഗ് വീൽ. മാനുവൽ ട്രാൻസ്മിഷൻ വാഹനത്തിലെ ക്ലച്ച് ഉപയോഗിക്കുന്നത് ഡാഷ്. എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്, ഗിയറുകൾ സുഗമമായി മാറ്റുന്നതിന്, വാഹനത്തിൻ്റെ വേഗത നിയന്ത്രിക്കുന്നതിന്, ബ്രേക്കുകൾ പ്രയോഗിക്കുന്നതിന്. ഉത്തരം ഗിയറുകൾ സുഗമമായി മാറ്റുന്നതിന്. മാനുവൽ ട്രാൻസ്മിഷൻ വാഹനത്തിലെ ഗിയർ ലിവറിൻ്റെ ഉദ്ദേശം എന്താണ്? വാഹനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ, ബ്രേക്കുകൾ നിയന്ത്രിക്കാൻ, വാഹനത്തിൻ്റെ ദിശ മാറ്റുന്നതിന്, വാഹനത്തിൻ്റെ ഗിയർ മാറ്റുന്നതിന്. ഉത്തരം വാഹനത്തിൻ്റെ ഗിയർ മാറ്റുന്നതിന്. വാഹനത്തിലെ ബ്രേക്ക് പെഡൽ പ്രഥമമായി ഉപയോഗിക്കുന്നത് ഡാഷ്. വാഹനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ, വാഹനത്തിൻ്റെ ദിശ നിയന്ത്രിക്കാൻ, നിർത്തുകയോ വേഗത കുറയ്ക്കുകയോ ചെയ്യാൻ, പാർക്കിംഗ് ബ്രേക്ക് ഇടാൻ. ഉത്തരം നിർത്തുകയോ വേഗത കുറയ്ക്കുകയോ ചെയ്യാൻ. എൻജിൻ ബ്രേക്കിംഗ് എന്ന പദം എന്താണ് സൂചിപ്പിക്കുന്നത്? പാർക്കിംഗ് ബ്രേക്ക് പ്രയോഗിക്കുന്നു, ഗിയർ താഴ്ത്തി എൻജിൻ കംപ്രഷൻ ഉപയോഗിച്ച് വാഹനത്തിൻ്റെ വേഗത നിയന്ത്രിക്കുന്നു, വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാൻ ബ്രേക്ക് പെഡൽ ഉപയോഗിക്കുന്നു, വീൽ ലോക്ക് ആകുന്നത് തടയാൻ ABS ഉപയോഗിക്കുന്നു.
ഉത്തരം ഗിയർ താഴ്ത്തി എൻജിൻ കംപ്രഷൻ ഉപയോഗിച്ച് വാഹനത്തിൻ്റെ വേഗത നിയന്ത്രിക്കുന്നു. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.